ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് മലയാള സിനിമയിലെ സിനിമ പ്രേക്ഷകരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. യുവ നടന്മാരായ നടികളായ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അവരുടെ ഭാര്യമാർ അടങ്ങിയ കുടുംബം, തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ സിനിമയിലെ 50 വർഷത്തെ അഭിനയ ജീവിതത്തിന് ആഘോഷം നന്നായി നടത്തിയെന്ന് ആലോചിക്കണം. അതിൽ ചുക്കാൻ പിടിച്ചത് നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാറാണ്. രാഷ്ട്രീയപരമായിട്ട് വ്യത്യസ്ത ചേരികളിൽ നിൽക്കുന്നവർ, അതൊന്നും ഇവിടെ തടസ്സമായില്ല. പക്ഷെ ഒരു പ്രത്യേകത, 50 വർഷത്തെ സിനിമാ ജീവിതമാണ് മല്ലിക സുകുമാരൻ ആഘോഷിച്ചത്. ഇവിടെ നടന്മാരുടെ, സംവിധായകരുടെയൊക്കെ ആഘോഷിക്കാറുണ്ട്. എന്നാൽ നടികളുടെ ആഘോഷങ്ങൾ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, വിരലിൽ എണ്ണാവുന്നത്. അപ്പം ആ രീതിയിൽ മല്ലിക സുകുമാരൻ ഭാഗ്യവതിയാണ്. കാരണം 50 വർഷത്തെ തൻ്റെ സിനിമാ ജീവിതം ആഘോഷിക്കുമ്പോൾ തൻ്റെ കുടുംബത്തിലുള്ള മക്കളും മരുമക്കളുമെല്ലാം സിനിമയിൽ സജീവമാണെന്ന് ആലോചിക്കണം. ആ സജീവമായി ഇപ്പോൾ സന്തോഷിക്കുമ്പോൾ, വേണ്ടതെല്ലാം നേടുമ്പോൾ അതിനെ അവർ തികച്ച ത്യാഗമുണ്ടെന്ന് ആലോചിക്കണം. അതായത് സുകുമാരൻ വിവാഹം കഴിച്ചതിന് ശേഷം കുടുംബിനിയായിട്ടാണ് അവർ ഒതുങ്ങിക്കൂടിയത്. അതിനു മുമ്പ് സിനിമയിൽ സെലക്റ്റീവായി കുറേ സിനിമകളിൽ അഭിനയിച്ചു. കെ ജി ജോർജ് സ്വപ്നാടനമാണ് എപ്പോഴും മല്ലികയുടെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ റോളെന്ന് ആലോചിക്കണം. അതിൽ ഏറ്റവും നല്ല സഹനടിക്കുള്ള സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് നേടി. ഒരുപക്ഷെ മലയാള സിനിമയിൽ മറ്റു പല നടികളെ പോലെ സജീവമായി പ്രശസ്തയാകേണ്ട നടിയായിരുന്നു മല്ലിക അന്ന്. സുകുമാരൻ വിവാഹം കഴിച്ചതിന് ശേഷമാണ് കുടുംബിനിയായി, ഭാര്യയായി ഒതുങ്ങിക്കൂടിയത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. കാരണം സുകുമാരൻ തിരക്കുള്ള നടനാണ്. കിട്ടുന്ന പൈസ, രൂപ, പ്രതിഫലം കണക്ക് പറഞ്ഞു വാങ്ങി 1 രൂപ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല ആലോചിക്കണം. അങ്ങനെ താൻ സിനിമ കൊണ്ട് സമ്പാദിച്ചതെല്ലാം തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് നീക്കി വെച്ചിരുന്നത്. എവിടെയൊക്കെയോ സ്വത്തുണ്ട്, അതെല്ലാം ഈ വീട്ടുകാർക്ക് അറിയാം. അപ്പം അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ സുകുമാരൻ ആവശ്യം തൻ്റെ ഭാര്യ, തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി ജീവിക്കണമെന്നുള്ളതാണ്. സന്തോഷത്തിൽ ആറാടിയിരുന്ന കുടുംബം ഒരു ദിവസം സുകുമാരൻ ഇല്ലാതായി. കാരണം ആ അദ്ദേഹത്തിൻ്റെ വേർപാട് സഹിക്കാവുന്ന അപ്പുറമായിരുന്നു. അന്ന് പൃഥ്വിരാജും ഇന്ദ്രിയത്തും വിദ്യാർത്ഥികളാണെന്ന് ആലോചിക്കണം. സ്വത്തുക്കൾ എത്രയുണ്ടായാലും വലിയ സ്വത്ത് നഷ്ടപ്പെടുമ്പോൾ വേദനയുണ്ടാവും. അപ്പം അത് മല്ലിക സുകുമാരതൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല. അവർ ദുഃഖിക്കാൻ അവർക്ക് സമയമുണ്ടായിട്ടില്ല. തൻ്റെ മക്കളെ തൻ്റെ ചിറകിനടിയിൽ ഒതുക്കി ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വളർത്തി കൊണ്ടുവരാനായിരുന്നു ആ അമ്മയുടെ ശ്രമം. അതിനുവേണ്ടി അവർ അഭിനയിച്ചു, സീരിയലുകൾ നിർമ്മിച്ചു, സീരിയലുകളിൽ അഭിനയിച്ചു, സെലക്റ്റീവായ ചില സിനിമകളിലും അഭിനയിച്ചു. മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർ കാണാമറയത്തുനിന്ന് ധാരാളം പ്രവർത്തിച്ചു എന്നാലോചിക്കണം. അവരെ തകർക്കാൻ ശ്രമിച്ചവരെ കണ്ടുപിടിച്ചു. അതൊന്നും മക്കൾക്ക് അറിയണമെന്നില്ല. ഇവിടെ ഈ വീട്ടിലെ നല്ല നടന്മാരാണ് ഇന്ദ്രിയത്തെങ്കിലും പൃഥ്വിരാജാണ് പെട്ടെന്ന് വളർന്നു പോയത്. അത് സർവകലാവല്ലഭനായി എന്നാലോചിക്കണം. അങ്ങനെ വളർന്നു വന്ന പൃഥ്വിരാജിനെ ഒതുക്കാനും ഇവിടെ ആൾക്കാരുണ്ടായി. കാരണം സുകുമാരനില്ല, സുകുമാരന് 2 എല്ല് കൂടുതലായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. 2 അല്ല 3 എല്ല് കൂടുതലുണ്ടായിരുന്നു പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം തട്ടിപ്പും വെട്ടിപ്പും ഒന്നും സുകുമാരനുള്ള നടനുണ്ടായിട്ടില്ല എന്നായിരിക്കണം. അപ്പം അങ്ങനെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്ന അച്ഛൻ്റെ മക്കൾ വളർന്നു വരുമ്പോൾ അവരും അച്ഛനെപ്പോലെ ധിക്കാരികളായി വരുമെന്നൊരു ധാരണ പരത്താൻ കഴിഞ്ഞു എന്നാലോചിക്കണം. അവിടെ ഇപ്പോൾ ദിലീപ് അടക്കമുള്ളൊരു തലമുറയുണ്ട്. അവരും ഇവരൊക്കെ സമപ്രായക്കാർ വളർന്നു വന്ന ഒരാൾക്കാരായിരുന്നു. ഈ വളർച്ച കാണാൻ അവർക്കും കഴിയുന്നില്ല. അപ്പോൾ ഇവരെ തകർക്കാൻ ചില ശ്രമങ്ങളും നടന്നപ്പോൾ ആ ശ്രമങ്ങളെ തകർത്തത് മല്ലിക സുകുമാരൻ തന്നെയാണ്. അത് എത്ര പേർക്കറിയാം? ഒരുപക്ഷെ ഈ മക്കൾക്ക് പോലും അറിയുമായിരുന്നില്ല എന്നുള്ളതാണത്.
ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ടാണ് എനിക്കിതെല്ലാം അറിയാൻ കഴിഞ്ഞത്. അവരന്നും ഇന്നും വളരെ മാന്യമായിട്ടാണ്, സിനിമയിൽ അഭിനയിച്ചാലും ഇല്ലെങ്കിലും മാന്യമായിട്ടാണ് എല്ലാവരോടും പെരുമാറിയെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള മല്ലിക സുകുമാരൻ്റെ ജീവിതത്തിലെ അഭിനയ ജീവിതത്തിലെ 50 വർഷം ആഘോഷിച്ചു. അതൊരു ചെറിയ കാര്യമല്ല. അവിടെ ഉണ്ടായൊരു പ്രത്യേകത, മക്കളുണ്ട്, മരുമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട്, അതായത് പൃഥ്വിരാജ് പറയില്ല, ഇങ്ങനെയും പറയുമോ എന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞ് പലരുടെയും കണ്ണുകൾ നനച്ചതെന്ന് ആലോചിക്കണം. നമുക്ക് പൃഥ്വിരാജിനെ കാണുമെന്ന് വെച്ചാൽ, പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും 5-6 ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും സൈനിക സ്കൂളിൽ പഠിച്ച കാലഘട്ടം മുതൽ എന്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലെ സ്വഭാവത്തിലേക്ക് ഒരു പ്രത്യേക രൂപത്തിലുണ്ടായി, അതിന് കാരണം സൈനിക സ്കൂളാണെന്ന് വളരെ വ്യക്തമായി അടിവരയിട്ടുകൊണ്ട് പൃഥ്വിരാജ് പറഞ്ഞു എന്നാലോചിക്കണം. എന്ത് കേട്ടാലും അതിനെല്ലാം പ്രതികരിക്കാൻ, ചോദ്യങ്ങൾ ചോദിച്ചാൽ പ്രതികരിക്കും. ആരെയും കുമ്പിട്ട് തൊടാനോ ചൊറിയാനോ ചാൻസ് വേണമെന്ന് പറയാനോ പോയിട്ടില്ല. ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നു, അത് അഭിനയിച്ച് തിരിച്ചു പോകാൻ ആഗ്രഹിച്ച പൃഥ്വിരാജിനെ പിന്നെ പഠിക്കാൻ വിടാൻ പറ്റിയില്ല. അത്രമാത്രം തിരക്കുകളിലേക്ക് ഈ ചെറുപ്പക്കാരൻ വന്നു എന്നാലോചിക്കണം. അങ്ങനെ സ്വയം വളർന്ന നടൻ, ആ നടനെ ഇകഴ്ത്താനും താഴ്ത്താനും പലരുമുണ്ടായി. അവിടെയെല്ലാം പോറലേൽക്കാതെ ചാടി രക്ഷപ്പെട്ട്, വെറുതെയല്ല, കഴിവുണ്ട് തെളിയിച്ച് സുകുമാരൻ്റെ മകൻ, മല്ലികയുടെ മകൻ, ആ പേരിൽ തന്നെ ഇവർ മുന്നോട്ട് പോയി എന്നാലോചിക്കണം. അവർക്ക് പുറകിൽ പാറ പോലെ ശക്തയായി തൻ്റെ മക്കൾക്ക് വേണ്ടി നിലകൊള്ളാൻ മല്ലിക സുകുമാരനും കഴിഞ്ഞു. അവർക്ക് ഇഷ്ടപ്പെട്ട പ്രണയിനികളെ കല്യാണം കഴിക്കാൻ അവരെ സന്തോഷത്തോടെ മരുമക്കളായി സ്വീകരിച്ചു എന്നാലോചിക്കണം. അവിടെയും അപശബ്ദമുണ്ടായില്ല എന്നാലോചിക്കണം. തനിക്ക് തൻ്റെ ഇഷ്ടം നടപ്പിലാക്കാൻ പറ്റിയതുപോലെ തൻ്റെ മക്കളുടെയും ഇഷ്ടങ്ങൾ അവർ സ്വന്തമാക്കി, ആവശ്യത്തിലേറെ സമ്പാദിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ പോലും അവർ ഹോട്ടലുകളുണ്ടായി ബിസിനസ് നടത്തി. അങ്ങനെ സർവ്വ രീതിയിൽ സുഖത്തോടെ അവർ ജീവിക്കുമ്പോഴാണ് ഈ 50ാമത്തെ വർഷം ആഘോഷിച്ചത്. അവിടെ പൃഥ്വിരാജ് ഒരു കാര്യം പറയുകയുണ്ടായി. അച്ഛൻ്റെ മരണശേഷം 2 മക്കളെയും കൈപിടിച്ച് നീങ്ങുന്ന അമ്മ ജീവിതം എങ്ങനെ, ഞങ്ങളെങ്ങനെ വളർത്തും, പണമുണ്ട്, സ്വത്തുണ്ട്, ഒക്കെയുണ്ട്, എന്നാലും ഒരു നാഥനില്ലാത്ത അവസ്ഥയിലേക്കുള്ള യാത്ര എങ്ങനെയെന്ന് ആലോചിച്ച അമ്മയായിരുന്നു എൻ്റെ മനസ്സിൽ എന്ന് പൃഥ്വിരാജ് പറഞ്ഞു. ആ അമ്മയ്ക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല, അമ്മയെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല എന്നാലോചിക്കണം. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമുണ്ടായിരുന്നു, ഞാൻ സിനിമയിൽ വന്നപ്പോൾ എൻ്റെ അമ്മയെ അഭിനയിപ്പിക്കണം, എൻ്റെ അമ്മയെ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അമ്മയെ അഭിനയിപ്പിക്കണം, ഞാൻ നിർമ്മിക്കുന്ന സിനിമയിൽ അമ്മയെ അഭിനയിക്കണം. ഇത് രണ്ടും ഞങ്ങൾക്ക് സാധിച്ചു എന്നാലോചിക്കണം. ഞങ്ങളുടെ അഭിമാനം തന്നെയായിരുന്നു അച്ഛൻ, ഞങ്ങളുടെ അഭിമാനം തന്നെയായിരുന്നു ഞങ്ങളുടെ അമ്മ. അത് ഈ 2 മക്കളും 2 മരുമക്കളും പേരക്കുട്ടികളെല്ലാം മല്ലികയെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ അതിൽ പരം ഭാഗ്യം ഒരമ്മയ്ക്ക് എന്ത് നേടാനുണ്ട്? 50 വർഷം ഒരു കാരണം മാത്രമാണ്. പക്ഷേ മല്ലികയ്ക്ക് സ്വപ്നാർത്ഥിലെ പോലെ പിന്നെ ഒരു റോള് കിട്ടിയിട്ടില്ല. അഭിനയിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഇനിയും സമയമുണ്ട്. കാരണം അവരുടെ പ്രായം മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ അതിന് പ്രായം തന്നെയായിരിക്കാം. നല്ല നല്ല റോളുകൾ ഇനിയും ചെയ്യാം. കാരണം മരുമകൾ പ്രൊഡ്യൂസറാണ്, മകൻ സംവിധായകനാണ്, അങ്ങനെ സർവ്വ രംഗങ്ങളിലും അവർ പ്രശസ്തരാണ്. അപ്പോൾ മല്ലികയ്ക്ക് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള വർഷങ്ങൾ സന്തോഷത്തോടൊപ്പം തന്നെ നല്ല റോളുകളിൽ അഭിനയിക്കാൻ പൃഥ്വിരാജും ഇന്ദ്രിയത്തും മരുമക്കളും അവസരമൊരുക്കട്ടെ.